അസ്സലാമലൈക്കും ഗായ്സ്. സൗണ്ടെല്ലാം ചെറുതായിട്ട് മാറി വരുന്നതേ ഉള്ളൂ, അതുകൊണ്ടാണ് വോയിസ് ഓവർ ഒന്നും ചെയ്യാഞ്ഞത്. അങ്ങനെ ഞങ്ങളുടെ യാത്ര ഒരു റിസോർട്ടിലേക്കായിരുന്നു. വയനാട്ടിലുള്ള ദ വില്ലേജ് വിസ്റ്റ എന്ന് പറഞ്ഞ ഒരു അടിപൊളി റിസോർട്ടിലേക്കായിരുന്നു. ഞങ്ങളവിടെ ഉച്ച സമയത്താണ് എത്തിയിരുന്നത്. നല്ല വിശപ്പുണ്ടായിരുന്നു, കാരണം രാവിലെ പോകുന്ന സമയത്ത് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും അങ്ങനെ കഴിച്ചിരുന്നില്ല. അതുകൊണ്ട് എല്ലാവരും നന്നായിട്ട് ഭക്ഷണമെല്ലാം കഴിച്ചു. ഫുഡെല്ലാം കഴിച്ചതിന് ശേഷമാണ് നമ്മളെല്ലാം റൂമിലേക്ക് പോയത്. അങ്ങനെ നമ്മളെല്ലാം നമ്മളുടെ ബാഗേജസും എല്ലാം എടുത്തിട്ട് ഓരോരുത്തരുടെ വില്ലകളിലേക്കാണ് പോകുന്നത്. ഓരോരുത്തർക്കും സെപ്പറേറ്റ് വില്ലകളാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. കുറച്ച് മാറിയാണ് ഓരോരോ വില്ലകളും ഉള്ളത്. ഓരോരോ വില്ലകളും ഓരോരോ ടൈപ്പിലാണുള്ളത്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടി നടന്നു പോകുന്ന ഒരു സീനാണിത്. ശരിക്കും നമ്മുടെ കുടുംബത്തോടൊപ്പമുള്ളൊരു യാത്ര ഒരു അടിപൊളി ഫീലിങ്സ് തന്നെയാണല്ലേ. എല്ലാ ഉത്തരവാദിത്തങ്ങളും മറന്ന് കുറച്ച് സമയം ഹാപ്പി ആയിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരു നിമിഷം. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ റൂമിലെത്തി. ഇതാണ് ഞങ്ങളുടെ റൂം വരുന്നത്. പക്ഷെ വില്ലകളെല്ലാം ഒരുപോലെയല്ല, ഡിഫറെൻ്റ് ആയിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. ചില വില്ലകൾ അപ്സ്റ്റെയർ ആയിട്ടും സിറ്റ് ഔട്ട് എല്ലാം നല്ല സ്പേഷ്യസ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ഞങ്ങളുടെ പ്രെയർ എല്ലാം കഴിഞ്ഞ് ഒന്ന് ഫ്രഷ് ആയതിനു ശേഷം ഒന്ന് പുറത്തിറങ്ങി. അവിടെ ഷട്ടിലെല്ലാം കളിക്കാനുള്ള സൗകര്യമെല്ലാം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ മക്കൾ ഷട്ടിലെല്ലാം കളിക്കുന്നുണ്ടായിരുന്നു. കുറച്ച് ആളുകൾ ഊഞ്ഞാലാടുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പോയത് പിന്നെ പൂളിലേക്കാണ്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു പൂള് തന്നെയാണ്. കുട്ടികൾക്കുള്ള ഒരു പൂളും വലിയ ആൾക്കാർക്കുള്ള പൂളുമായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞങ്ങളെല്ലാവരും ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് പിന്നെ പൂളിലേക്ക് കളിക്കാൻ ഇറങ്ങി. ഒരുപാട് കളിച്ചു. രാത്രി ആയത് അറിഞ്ഞതേ ഇല്ല. രാത്രി ആയപ്പോൾ ഞങ്ങൾ പൂളിൽ നിന്ന് ഇറങ്ങി. ഞങ്ങളെല്ലാം ഫ്രഷായി. അങ്ങനെ ഞങ്ങളെല്ലാം വില്ലയിലൊന്ന് നടക്കാൻ ഇറങ്ങി. ഇതാണ് രാത്രി വില്ലയിലുള്ള ഒരു കാഴ്ച വരുന്നത്. ഇതാണ് എൻട്രൻസ് വരുന്നത്. ഇതിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാണുന്നതാണ് ഗെയിംസും കാര്യങ്ങളെല്ലാം കളിക്കാൻ പറ്റുന്ന ഒരു ഏരിയ. അപ്പുറത്താണ് നമ്മുടെ ഫുഡ് ഏരിയയുടെ സെക്ഷൻ ഒരുക്കിയിട്ടുള്ളത്. അടിപൊളിയായിട്ടാണ് ലൈറ്റും കാര്യങ്ങളും അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നല്ലൊരു ആംബിയൻസ് തന്നെയായിരുന്നു കേട്ടോ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതാണ് നമ്മുടെ ഗെയിംസും കാര്യങ്ങളെല്ലാം കളിക്കാൻ പറ്റുന്ന ഒരു വലിയ ഹാളാണ്. ഇതിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയത്ത് തന്നെ ക്യാരംസ് ഉണ്ട്, ചെസ് ബോർഡ് ഉണ്ട്, അതെല്ലാം അവിടെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ സൈഡിലായിട്ട് ഒരു എൻട്രൻസ് ഉണ്ട്. കുറച്ച് വലിയ സ്പേസിൽ കുറച്ച് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് എല്ലാം അവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ഒരുപാട് ഗെയിംസ് കാര്യങ്ങളെല്ലാം കളിച്ചു. രാത്രി ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ട് നമ്മുടെ ഗെയിംസ് കാര്യങ്ങളെല്ലാം കഴിയുമ്പോൾ തന്നെ. ഞങ്ങളുടെ ഡാൻസ്, പാട്ട്, ഒപ്പന അങ്ങനെ എല്ലാം ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾക്ക് നന്നായിട്ട് വിശന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ രാത്രിയത്തെ ഫുഡായിരുന്നു പൊറാട്ട, ചപ്പാത്തി, ബ്രെഡ്, ചിക്കൻ കറി, അങ്ങനത്തെ ഐറ്റംസ് ആയിരുന്നു ഞങ്ങളുടെ ഡിന്നർ വരുന്നത്. അങ്ങനെ ഞങ്ങൾ അതെല്ലാം കഴിച്ചു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ ഗെയിംസ് എല്ലാം കളിച്ചു, റീൽസ് എല്ലാം എടുത്തു. അങ്ങനെ ഞങ്ങളൊരു 2 മണി 3 മണി ആയ സമയത്ത് ഞങ്ങൾ പടകമെല്ലാം ഒരുപാട് പൊട്ടിച്ചു. പൂത്തിരി, മേശാപ്പൂ അങ്ങനെ എല്ലാം കത്തിച്ചു. ഇനി നെക്സ്റ്റ് വീഡിയോയിൽ ബൈ.